ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം. ഈശോ കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ. പൊതുവഴിയിൽ പോലും നടക്കുവാനായിട്ട് അനുവാദമില്ലായിരുന്ന കുഷ്ഠരോഗി ഈശോയെ കണ്ട് ഓടി ഈശോയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. തടസ്സമാണ്, പൊതുവഴിയിൽ പോലും നടക്കാൻ പറ്റില്ല, ജനങ്ങളുടെ മുൻപിൽ വരാനായിട്ട് അനുവാദമില്ല. പക്ഷേ ഈ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തോടെ അവൻ ഈശോയുടെ സന്നിധിയിലേക്ക് വന്നു. അവന്റെ ആവശ്യമുണ്ട്. അവന്റെ ആവശ്യം എന്താണ്? അവന്റെ ഈ കുഷ്ഠരോഗം മാറണം. വളരെ ആവശ്യമാണ് ജനങ്ങളുടെ ഒപ്പം വസിക്കുക, അവരുടെ കൂടെ ആയിരിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ ഈ വലിയ ആഗ്രഹത്തെയും അവൻ എങ്ങനെയാണ് സമർപ്പിക്കുന്നത്? അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ പറയുന്ന മറുപടി എന്തേ? എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. ദൈവഹിതത്തിന് തന്റെ ആഗ്രഹത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് തയ്യാറായ കുഷ്ഠരോഗി. ഒരുപക്ഷെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ഒരു മനോഭാവം. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. നമ്മൾ ഒരിക്കലും ദൈവഹിതത്തിന് സമർപ്പിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഈശോയെ, എനിക്ക് ഇന്ന കാര്യം ആവശ്യമുണ്ട്, എനിക്ക് കടബാധ്യതകളുണ്ട്, കടബാധ്യതകൾ മാറിക്കിട്ടണം. രോഗമുണ്ട്, രോഗത്തിൽ നിന്ന് മോചനം കിട്ടണം, നല്ല വിജയം കിട്ടണം, നല്ല ജോലി കിട്ടണം, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറണം. ഇങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ എണ്ണമിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ മാത്രമാണ് നമ്മൾ. പക്ഷേ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല. ഈശോയ്ക്ക് ഇത് ഇഷ്ടമുണ്ടോ? ഈശോയെ, ഇതൊക്കെ എന്റെ ആവശ്യമാണ്, എന്നാലും ഇവയൊക്കെ ഞാൻ നിന്റെ ഹിതത്തിന് സമർപ്പിക്കുന്നു, നിന്റെ മനസ്സിന് സമർപ്പിക്കുന്നു. നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ ഇത് എനിക്ക് തരിക എന്ന് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മാത്രമുള്ള വേദിയായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് ഈ കുഷ്ഠരോഗി നമുക്ക് വലിയൊരു പാഠം പഠിപ്പിക്കുന്നത്. ഈ കുഷ്ഠരോഗി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം. ഈശോയെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. ഈശോ അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. ദൈവഹിതത്തിന് സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയും ദൈവം 100 ഇരട്ടിയായിട്ട് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യും. ദൈവത്തിന്റെ ഹിതത്തിന് സമർപ്പിക്കുക. അപ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിരാശ ഉണ്ടാവത്തില്ല. പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന് വേദനിച്ച് നീറി നമ്മൾ കഴിയത്തില്ല. മറിച്ച് അവ എന്റെ ദൈവത്തിന് ഇഷ്ടമല്ലായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് പറ്റും. ജീവിതത്തിൽ നിരാശ മാറണമെങ്കിൽ ദൈവഹിതത്തിന് സമർപ്പിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഈ ഒരു പുതിയ മാനദണ്ഡം കൂടെ ചേർക്കുക. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു, എണ്ണമിട്ട് പറഞ്ഞു, പക്ഷെ അതിന്റെ അവസാനം ഒരു കാര്യം കൂടി ദൈവമേ, ഇതൊക്കെ എന്റെ ആവശ്യമാണ്, ഇവയൊക്കെ നിന്റെ ഹിതത്തിന് സമർപ്പിക്കുക. നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ എനിക്ക് തരും. കാരണം നീ എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ നന്മയ്ക്കുള്ളത്. നീ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നുവെന്ന് ഈശോയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദൈവഹിതത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.